പടം പോലെയാണ്. വേറെ ലെവല് നമ്മളാണ് പോലീസല്ല കണ്ടിട്ടില്ല. അടിപൊളി, ഒരു രക്ഷയില്ല. അവസാന അരമണിക്കൂർ അയാളുടെ അഴിഞ്ഞാട്ടം, മലയാളത്തിന്റെ മഹാനടന്റെ അഴിഞ്ഞാട്ടം, സൈലന്റ് ആയിരുന്ന ജനങ്ങളെ വിട്ടികളാക്കുന്ന രീതിയിൽ അദ്ദേഹം അഴിഞ്ഞാടിയിരിക്കുന്നു. ഒരു രക്ഷയുമില്ല. മാസ്, പക്കാ മാസ്, ഒരു രക്ഷയുമില്ല. കാര്യങ്ങളെ വിട്ടികളാക്കിയാൽ ഉണ്ടാകുന്ന കാര്യങ്ങളെ ഒരു രക്ഷയുമില്ല. അവസാന അരമണിക്കൂർ കോരിത്തരിപ്പിച്ച് ജനങ്ങളെ വിട്ടികളാക്കി അയാൾ. മമ്മൂക്കയുടെ അടിപൊളി പടം. എങ്ങനെ പോയാൽ 150 കോടി അടിച്ചിരിക്കും. അപ്പൊ ഈ അടിപൊളി പടം ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ ഒട്ടും നോക്കിച്ചില്ല. ഗംഭീര പടം, ഒരു രക്ഷയില്ല. അറിയാലോ, ക്ലൈമാക്സ് സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന ലെവലല്ല. കോരിത്തരിപ്പി അവസാനത്തെ അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ അതിഗംഭീര. പിന്നെ മലയാള സിനിമയിൽ, ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ പുതുമുഖ സംവിധായകരെ കൊണ്ടുവരുന്ന മമ്മൂക്കയാണ്. ഗംഭീരമായിട്ട് മെഗാ ഹിറ്റ് പടം. കാരണം മലയാള സിനിമയിൽ, ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ പുതുമുഖ സംവിധായകരെ കൊണ്ടുവരുന്ന മമ്മൂക്കയാണ്. വീണ്ടും ഒരാളെ മലയാള സിനിമയ്ക്ക് മലയാളികൾക്കായി സമ്മാനിച്ചിരിക്കുകയാണ്. ഗംഭീര ക്ലൈമാക്സും അവസാനത്തെ സെക്കൻഡ് ഹാഫ്, അവസാനത്തെ അരമണിക്കൂർ രോമാഞ്ച. ജനങ്ങൾ വിചാരിച്ചു ഒന്നുമില്ലെന്ന്, പക്ഷെ അരമണിക്കൂർ അയാൾ കോരിത്തരിപ്പിച്ചു. ജനം എണീറ്റ് നിന്ന് കൈയടിച്ചു. ഒരു രക്ഷയില്ല. അഭിനയം, എന്താ അഭിനയം, ഒരു രക്ഷയില്ല. സീരിയസ് ആയിട്ട് ഇത്രയും വെല്ലുവിളിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പാണ്. വിശ്വ മെമ്പർ മമ്മൂക്കയുടെ ഇന്നവരെ കാണാത്ത മുഖമാണ് ഈ പടം കാണുന്നത്. ഗെയിം ത്രില്ലർ, ഒരു രക്ഷയില്ല. ഒരു രക്ഷ ഒന്നും പറയില്ലെന്ന്, ഇതിനപ്പുറം ഒന്നും ഇല്ല പറയാൻ. 1000 മാർക്ക് കൊടുക്കാൻ നമ്മൾ. അയാള് പയ്യന്മാരെ വെച്ചല്ലേ ഡയറക്റ്റ് ചെയ്യണത്. അപ്പൊ ആ ലെവലിലല്ലേ കൊണ്ടുവരുള്ളൂ. അങ്ങനെ മമ്മൂക്ക പടം നമ്മളെ മലയാള സിനിമയിലെ ഇത്രത്തോളം വളർത്തിയെടുത്ത് നമ്മളെ മലയാളികൾക്ക് അഭിമാനിക്കാം. അതാണ് നമ്മുടെ മമ്മൂക്ക. അങ്ങനെ തിയേറ്ററിൽ കിടുക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും നമ്മളെ മഹാനാടക പടം കൊള്ളാമെങ്കിലും കൊള്ളില്ലെങ്കിലും ഒരിക്കലും നമ്മളെ മലയാളികളെ കുറ്റം പറയാൻ പാടില്ല. പടം ഇതിനെപ്പറ്റി ഒരു ഇതില്ല. പക്ഷെ ക്ലൈമാക്സ് 20 മിനിറ്റ് നമ്മളെല്ലാം റോമാറ്റിഫിക്കേഷൻ ആയി കഴിഞ്ഞു. നമുക്ക് എന്തോന്നും സ്റ്റൈലിഷ് എന്ന് പറയുമ്പോൾ ഒരു രക്ഷയില്ല. സ്റ്റൈലിഷ് എന്ന് പറയുമ്പോൾ നമ്മളെ വീണ്ടും നമുക്ക് അത്ഭുതപ്പെടുത്തുകയാണ്. പരീക്ഷണ ചിത്രങ്ങൾ നമുക്ക് എല്ലാം ഇന്ത്യ നമുക്കൊരു തമ്പുരാൻ തന്നെയാണ്. പക്ഷേ ഇത് റോമാറ്റിഫിക്കേഷൻ എന്ന് പറയുന്ന ക്ലൈമാക്സ് ഇതുവരെ കാണാത്ത ക്ലൈമാക്സ് പൊളിച്ച 20 മിനിറ്റ് നമുക്കിവിടെ 1 man ഷോ അഴിഞ്ഞാണ്. പടം എന്തായാലും ബ്ലോക്ക് ബസ്റ്ററാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇത് വഴിയായി. വിഷു തൂക്കി, വിഷു ബസുക തൂക്കി, നമുക്ക് റെസ്റ്റ് എടുത്തോളൂ. നമ്മളിവിടെ പിന്നിലുണ്ട് അണികൾ. പടം കൊള്ളാം. നമുക്ക് ഭയങ്കര ഹിറ്റായ പടമാണ്. എല്ലാവരും പോയി കാണണം. ഇത് 100 കോടി അടിക്കും. ഭയങ്കര ഹിറ്റ് പടമാണ്. ഒരു രക്ഷയില്ല. ഈ വിഷു മമ്മൂട്ടി മലയാളി പ്രേക്ഷകർ കേട്ട വിഷു കൈ നീട്ടം ഒരു രക്ഷയില്ല. ഗ്ലാമർ എന്ന് പറഞ്ഞ മമ്മൂട്ടിയുടെ പടം അവസാനത്തെ ഒരു 15 മിനിറ്റ് തിയേറ്ററൊക്കെ പൂരം തിയേറ്റർ കയറ്റം. ഇതാണ് നമ്മൾ കോടികളുടെ കണക്കിന് നമ്മൾ പറയുന്നില്ല. നമ്മൾ 10 ദിവസം കൊണ്ട് 5 ദിവസം കൊണ്ട് നമ്മൾ 500-1000 കോടിയൊന്നും പറയുന്നില്ല. പക്ഷെ ഇത് മമ്മൂട്ടി പടം, മലയാള ഈ സിനിമയിലെ നായകന്റെ ഒരു മമ്മൂട്ടി ജനവിരുത്തി കയറിയിരിക്കും. ഒരു ഇതുമില്ല, സംശയമില്ല. ഒന്നും പറയല്ല, കിടിലൻ പടം. ഇതാണ്, ഇങ്ങനെ വേണം പടം എടുക്കാൻ. ചില പടങ്ങൾ ഞാൻ ലാലേട്ട ഫാനാണ്. പക്ഷെ എനിക്ക് ഭയങ്കര അധികം സന്തോഷം. ഇത് 100 കോടി മമ്മൂക്കേനെ 100 കോടി ഉറപ്പിച്ചു കഴിഞ്ഞു. അടിപൊളി പടം, കിടില ഡിറക്ഷൻ, ഒരു രക്ഷയല്ല. ജെയ്ക്സ്പിയുടെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സിനിമാറ്റോഗ്രാഫി, അതിലെ സ്റ്റണ്ട്, മാഫിയ ശശി, ഞാൻ എമ്പുരാ ടീമിലെന്ന് പറയാനുള്ള ഇതുപോലെ സ്റ്റണ്ട്. ഇതുപോലെ വേണം സ്റ്റണ്ട് കാണിക്കാൻ. അടിപൊളി പടം, വീട്ടിലെ മാസ് പടം, ഒരു രക്ഷ. മസ്റ്റ് വാച്ച്. തൂക്കി കഴിഞ്ഞ് അടിപൊളിയായിട്ടുണ്ട്. കല്ലൂർ ഡെന്നീസിന്റെ മകൻ ഡീനോ ഡെന്നീസ് ആദ്യമായിട്ട് നമ്മളെ സ്വന്തം മമ്മൂക്കയെ വെച്ച് ചെയ്ത പടം ബസൂക്ക എന്തുകൊണ്ടും വളരെ വ്യത്യസ്തമായ രീതിയിൽ ന്യൂ ജനറേഷൻ ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ചെയ്തിട്ടുണ്ട്. ഈ വിഷുവിന് 2 ഗെയിമാണ്. ഈ വിഷുവിനുള്ളത് 2 ഗെയിം. 1 2 ഏതാണെന്ന് ഊഹിച്ചെടുക്കാം. അതിൽ മമ്മൂക്ക വിജയിച്ചു.